ഓണം എക്സാമിന് ഒരു ദിവസം 2 പരീക്ഷകൾ. ഈ വാർത്ത സത്യമാണോ? MS വെറുതെ ഫേക്കായിട്ട് പറയുന്നതാണോ എന്നൊക്കെ സംശയമുള്ള നിരവധി കുട്ടികളുണ്ടാകും. കാരണം അവരുടെ ഉള്ളിലേക്കൊരു ഇടിപ്പ് കൂട്ടുന്ന അല്ലെങ്കിൽ ഒരു മിടിപ്പ് കൂട്ടുന്ന ഒരു സംഗതിയാണ് ഒരു ദിവസം 2 പരീക്ഷ എഴുതണം എന്നുള്ളത്. പക്ക പ്രൂഫോട് കൂടിയാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഈ ബോർഡിലേക്ക് സ്ക്രീനിൽ ടെക്സ്റ്റ് ചെയ്തിരിക്കുന്നത്. കറക്റ്റ് നോക്കിക്കോ. ഇവിടെ ഇത് കഴിഞ്ഞ വർഷം 2025 വന്ന ഓണം എക്സാമിൻ്റെ ടൈം ടേബിളാണ് നിങ്ങൾ കാണുന്നത്. 18-ാം തീയതി മുതൽ 26-ാം തീയതി വരെയായിരുന്നു കഴിഞ്ഞ വർഷത്തെ പരീക്ഷ നടന്ന ദിവസങ്ങൾ. അതിൽ 23-ഉം 24-ഉം ശനിയും ഞായറുമായിരുന്നു. നോക്കിക്കേ, 18-ാം തീയതി ഇംഗ്ലീഷ് നടന്നു. തൊട്ടടുത്ത ദിവസം 19-ാം തീയതി മാത്തമാറ്റിക്സ് പരീക്ഷ. അതായത് ഗ്യാപ്പ് നോക്കണം, അന്ന് രാത്രി നിങ്ങൾക്ക് പഠിക്കാനുള്ള ആകെ 4-5 മണിക്കൂർ സമയം നിങ്ങൾക്ക് പഠിക്കേണ്ടത് ഏത് സബ്ജക്റ്റാണ്? മാത്തമാറ്റിക്സ് ആണ്. മാത്സ് കഴിഞ്ഞു, നിങ്ങൾ വീട്ടിലെത്തി, വീണ്ടും തൊട്ടടുത്ത ദിവസം ഫസ്റ്റ് ലാംഗ്വേജ് ആണ്. ഒരു കണക്കിൽ നിന്ന് നേരെ ലാംഗ്വേജിലേക്ക് പരിഭാഷപ്പെടുത്തുന്ന നമ്മുടെ സ്വന്തം മാതൃഭാഷയിലേക്ക്. അത് കഴിഞ്ഞ് അവിടെ ഫസ്റ്റ് ലാംഗ്വേജ് അറബിയും ഉറുദു ഒക്കെ ഉള്ളവരുണ്ടാവും കേട്ടോ. അത് കഴിഞ്ഞ് നോക്കിക്കേ, ഫസ്റ്റ് ലാംഗ്വേജ് പരീക്ഷ കഴിഞ്ഞ് വന്ന് വീട്ടിലെത്തിയ കുട്ടിക്ക്, അന്ന് ഫസ്റ്റ് ലാംഗ്വേജ് ഉച്ചയ്ക്ക് ശേഷമായിരുന്നു നടന്നത്, വീട്ടിലെത്തിയ കുട്ടിക്ക് തൊട്ടടുത്ത ദിവസം SS ഹിന്ദി 2 പരീക്ഷകൾ. ഒരു സയൻസ് സബ്ജക്റ്റും ഒരു ലാംഗ്വേജ് സബ്ജക്റ്റും ഒരൊറ്റ ദിവസം. അതിൻ്റെ തൊട്ടടുത്ത ദിവസം സെക്കൻഡ് ലാംഗ്വേജ് വെള്ളിയാഴ്ച പരീക്ഷ എഴുതി. ഉച്ചക്ക് പള്ളിയൊക്കെ കഴിഞ്ഞതാ 23-ഉം 24-ഉം ശനിയും ഞായറും. ആഹാ, നല്ലൊരു ഗ്യാപ്പ് കിട്ടി. 25 ഫിസിക്സ് മാത്രമേ ഉള്ളൂ. ആഹാ, എന്താ സുഖം. ശനിയും ഞായറും പഠിക്കാൻ എന്തിനു വേണ്ടി ഉപയോഗിച്ചു? ഫിസിക്സിന് വേണ്ടി ഉപയോഗിച്ചു. പക്ഷേ ഫിസിക്സ് കഴിഞ്ഞ് വീട്ടിലെത്തിയ കുട്ടിക്ക് തൊട്ടടുത്ത ദിവസം പരീക്ഷ നോക്കിക്കേ, കെമിസ്ട്രിയും ബയോളജിയും. ചുരുക്കി പറഞ്ഞാൽ 2 ദിവസം നിങ്ങളുടെ ഓണപ്പരീക്ഷയുടെ ടൈം ടേബിള് ഈ വർഷം വരുമ്പോൾ ഇതുപോലെ 2 ദിവസം എന്തുണ്ടാകും? 2 സബ്ജക്റ്റുകൾ വീതം ഈ വർഷവും പരീക്ഷ ഉണ്ടാകും. ഇതുപോലെയുള്ള ഡേറ്റ് ഗ്യാപ്പ് തന്നെയാണ് ഈ വർഷവും പ്രസ്താവിച്ചിരിക്കുന്നത്. ഈ വർഷം 13-ാം തീയതിയാണ് ആദ്യത്തെ ഓണപ്പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത്. വ്യാഴം, വെള്ളി, അത് കഴിഞ്ഞ് ശനിയും ഞായറും നിങ്ങൾക്ക് ലീവാണ്. അത് കഴിഞ്ഞ് 17 മുതൽ 21 വരെ കണ്ടിന്യൂസ് നിങ്ങൾക്ക് പരീക്ഷ ഉണ്ടാകും. ടൈം ടേബിൾ ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല. പക്ഷെ ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, ഒരു ദിവസം 2 പരീക്ഷകൾ വീതം. അങ്ങനെ ഇതിലേതെങ്കിലും ഒരു 2 ദിവസം അങ്ങനെ ഉണ്ടാകും. 2 ദിവസം. അത് ഏതൊക്കെ ആവാനാണ് സാധ്യതകൾ? ഒന്നുകിൽ സോഷ്യൽ സയൻസും ഹിന്ദിയുമാകാം കഴിഞ്ഞ വർഷത്തേതുപോലെ, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തേതുപോലെ കെമിസ്ട്രിയും ബയോളജിയുമാകാം. ഇനി അതല്ല ക്രിസ്മസ് എക്സാമിൻ്റേതുപോലെ ഫിസിക്സും കെമിസ്ട്രിയുമാകാം. ഇനി അതല്ല ക്രിസ്മസ് എക്സാമിൻ്റേതുപോലെ മോഡൽ എക്സാമിൻ്റേതുപോലെ ഫസ്റ്റ് ലാംഗ്വേജും സെക്കൻഡ് ലാംഗ്വേജും ആകാം. ഇതൊക്കെയാണ് പൊതുവെ കോംബോ സബ്ജക്റ്റുകളായി വരാറുള്ളത്. പക്ഷേ ഒരു ടെൻഷൻ നിങ്ങൾക്ക് വേണ്ട, മാത്തമാറ്റിക്സിന് കോംബോ ഉണ്ടാവില്ല. മാത്തമാറ്റിക്സ് ഒരു ദിവസം ഒരു പരീക്ഷ മാത്രമേ ഉണ്ടാവുള്ളൂ. മാത്സിൻ്റെ കൂടെ നടത്തേണ്ട പരീക്ഷ IT ആണ്. IT പൊതുവെ ഓണപ്പരീക്ഷയുടെ ആ സമയത്ത് നടക്കാറില്ല. ഓക്കെ, ഒരു മിഡ് ടേം എക്സാം ഒക്കെ ആയിട്ടാണ് ഓണപ്പരീക്ഷ IT പരീക്ഷ നടത്താറുള്ളത്. അത് പിന്നീട് നമുക്ക് ടൈം ടേബിൾ വന്നാലേ മനസ്സിലാവുള്ളൂ. എന്തായാലും ഒരു ദിവസം 2 പരീക്ഷകൾ കഴിഞ്ഞ വർഷത്തേതുപോലെ വരികയാണെങ്കിൽ SS-ഉം ഹിന്ദിയും അല്ലെങ്കിൽ കെമിസ്ട്രിയും ബയോളജിയും ഒക്കെ ആവാനാണ് സാധ്യത. പക്ഷേ എൻ്റെ ഒരു പ്രൊഡിക്ഷൻ എന്ന് പറയുന്നത് ഫിസിക്സും കെമിസ്ട്രിയും ആയിരിക്കാം ഈ വർഷം ഒരുമിച്ച് വരുന്ന ഒരു പരീക്ഷ. അതോടൊപ്പം തന്നെ ഫസ്റ്റ് ലാംഗ്വേജും സെക്കൻഡ് ലാംഗ്വേജും ആയിരിക്കാം. ഇങ്ങനെയാണെങ്കിൽ കഴിച്ചിലായി എന്നൊക്കെ വേണേൽ പറയാം. പക്ഷേ ഒരു ദിവസം 2 പരീക്ഷകൾ എഴുതിയാലേ നിങ്ങൾ ഈ പറഞ്ഞ ഗ്യാപ്പുകളിലായിട്ട് 21-ാം തീയതി സ്കൂൾ അടച്ചുകൊണ്ട് വെക്കേഷനിലേക്ക് പോകാൻ കഴിയുകയുള്ളൂ. ഓക്കെ ആണല്ലോ? വെറുതെ MS ഒന്നും പറയാറില്ല. വെറുതെ കമൻറ്റ് ബോക്സിൽ വന്ന് തെറി വിളിക്കുന്നവരോട് യാഥാർത്ഥ്യം വെളിപ്പെടുത്തുമ്പോൾ നിങ്ങൾക്കുള്ളിൽ ഒരു മിടിപ്പ് കൂടും, നിങ്ങൾക്ക് പ്രതികരിക്കാൻ തോന്നും. ആ പ്രതികാരം കമൻറ്റ് ബോക്സിൽ MS-ൻ്റെ ഉപ്പകുമക്ക് വിളിച്ചിട്ടല്ല തീർക്കേണ്ടത്. ഇത് യാഥാർത്ഥ്യമാണ്. ഇതിനെതിരെ പ്രതികരിക്കാൻ തുടങ്ങിയിട്ട് 5-6 വർഷമായി. എന്തുകൊണ്ടാണ് ഇത്തരം ഓണപ്പരീക്ഷ പോലെയുള്ള ഒരു പരീക്ഷ, ക്രിസ്മസ് പോലെയുള്ളൊരു പരീക്ഷ, മോഡൽ എക്സാം പോലെയുള്ള പരീക്ഷ ഒരു ദിവസം 2 പരീക്ഷകൾ വീതം നടത്തിക്കൊണ്ട് വിദ്യാർത്ഥികളെ ബുദ്ധിമുട്ടിക്കുന്ന ഈ സിസ്റ്റം ശരിയാണോ? നിങ്ങൾ പറയണം. സോ ബൈ.